بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം ഉപ്പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വിശുദ്ധമായ വചനങ്ങളുടെ ഉൾസാരം ഗ്രഹിക്കണമെങ്കിൽ ഖാദിരിയത്തിന്റെ കാമിലായ ദിക്റിലെത്തണം. അവർക്ക് ഇത് രസിക്കൂ, അവർക്കാണ് ഇത് രുചിക്കൂ. ഇതിൻ്റെ രസവും ഇതിൻ്റെ രുചിയും ഇതിൻ്റെ മണവും ഇതിൻ്റെ നിറവും ഇതെല്ലാം ആസ്വദിക്കാൻ ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ വേണം. ഇതുവരെ ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ ലഭിക്കാത്തവർ ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. തഫ്സീറുൽ ജീലാനി എന്ന കിതാബിന്റെ 20-ാമത്തെ പേജിൽ കാണാം, ഗൗസുൽ ആലം പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങൾ, നിരവധി വചനങ്ങൾ നിരവധി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. വഖാല അയ്ള ഇസ്മുല്ലാഹി തആല അൽ അഅ്ലം ഹുവല്ലാഹ്. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്നത് അല്ലാഹു എന്ന ഇസ്മ തന്നെയാണ്. വ ഇന്നമാ യുസ്തജാബു ലക ഇദാ ഖുൽത യാ അല്ലാഹ് വലൈസ ഫീ ഖൽബിക ഗൈറുഹു. നീ യാ അല്ലാഹ്, അല്ലാഹുവേ എന്ന് വിളിച്ചാൽ ഉത്തരം ലഭിക്കുന്നത് വലൈസ ഫീ ഖൽബിക ഗൈറുഹു. നീ അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ മറ്റൊന്ന് ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ വിളിക്കുമ്പോഴാണ് അല്ലാഹ് എന്ന ഇസ്മുൽ അഅ്ലം അതിന് ഉത്തരം ലഭിക്കുക. പിന്നീട് ഉപ്പാപ്പ പറയുന്നു, ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹിയുടെ ശ്രേഷ്ഠത. ബിസ്മില്ലാഹി മിനൽ ആരിഫീൻ കകുൻ മിനല്ലാഹ്. ആരിഫീങ്ങളിൽ നിന്നുള്ള ബിസ്മില്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള കുൻ പോലെയാണ്. അഥവാ അല്ലാഹു ഒരു വസ്തു ഉണ്ടാവാൻ ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്തു യാസീൻ. അല്ലാഹുവിന്റെ കാര്യം, ഒരു വസ്തു ഉണ്ടാവാൻ ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയും, അതുണ്ടാവും. അല്ലാഹു കുൻ എന്ന് പറയുക എന്നതിൻ്റെ അർത്ഥം അല്ലാഹു ഉദ്ദേശിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹു ഒരു വസ്തു ഉണ്ടാവുക എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ അതുണ്ടായി. അതിൻ്റെ ഉണ്ടാവുക എന്നതിൻ്റെ അറബി വാക്കാണ് കുൻ. അല്ലാഹുവിൻ്റെ കുൻ പോലെയാണ് ആരിഫീങ്ങളുടെ ബിസ്മില്ല. ആരിഫീങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി എന്ത് പറഞ്ഞോ അത് നടക്കും, അതുണ്ടാകും. ഹാദിഹി കലിമത്തുൻ തുസീലുൽ ഹം. ബിസ്മില്ലാഹ് എല്ലാ ഹമ്മിനെയും നീക്കുന്ന വചനമാണ്. ഹാദിഹി കലിമത്തുൻ തക്ഷിഫുൽ ഗം. എല്ലാ പ്രയാസങ്ങളും നീക്കിക്കളയുന്ന വചനമാണ്. ഹാദിഹി കലിമത്തുൻ തുബ്തിലുസ് സും. എല്ലാ വിഷവും ഇറക്കുന്ന ബാത്തിലാക്കുന്ന വിശുദ്ധ വചനമാണ് ബിസ്മില്ലാഹ്. ഹാദിഹി കലിമത്തുൻ നൂറുഹാ യഉം. ഈ പരിശുദ്ധമായ വചനം, അതിൻ്റെ പ്രകാശം സർവവ്യാപിയാണ്. പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം,
وقال رضي الله عنه سرير الأسرار لا ينصب إلا في سرادق حق اليقين. വളരെ മർമ്മപ്രധാനപ്പെട്ട വിഷയം. സറീറുൽ അസ്റാർ, രഹസ്യങ്ങളുടെ കട്ടിൽ. രഹസ്യങ്ങളുടെ കട്ടിൽ ലാ യുൻസബു, അത് വെക്കുകയില്ല, ഇല്ലാ ഫി സുറാദിഖി ഹഖൽ യഖീൻ, ഹഖൽ യഖീനിന്റെ ഉള്ളിലല്ലാതെ. ഹഖുൽ യഖീൻ എന്ന പരിശുദ്ധമായ ആ കെട്ടിടം അല്ലെങ്കിൽ ആ ഇടം, അതിനുള്ളിലാണ് രഹസ്യങ്ങളുടെ കട്ടിൽ വെക്കുക. എന്താണ് ഹഖുൽ യഖീൻ? വഹഖുൽ യഖീൻ നുഖ്തതു ദായിറത്തി തൗഹീദ്. ഹഖുൽ യഖീൻ എന്ന് പറയുന്നത് തൗഹീദ് എന്ന വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. തൗഹീദ് ഒരു ഗോളം പോലെ സങ്കല്പിച്ചാൽ അതിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഹഖുൽ യഖീൻ. വത്തൗഹീദു ഖാഇദതു ബിനാഇൽ വുജൂദ്. തൗഹീദ് എന്ന് പറയുന്നത് ഈ ഉണ്മയുടെ അടിത്തറയാണ്. ഈ ഉണ്മയുടെ പ്രപഞ്ചത്തിന്റെ തന്നെ അടിത്തറയാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ. അപ്പോ ഒരാൾക്ക് കലിമത്ത് തൗഹീദ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ പ്രപഞ്ചത്തിന്റെ അടിത്തറ ലഭിച്ചു എന്നാണ്. ആലോചിച്ചു നോക്കൂ, ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ ഉള്ള ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠത. ഒരാൾക്ക് കലിമത്ത് തൗഹീദ് ലഭിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഹഖുൽ യഖീൻ ലഭിക്കുക എന്നാണ്. അഥവാ പ്രപഞ്ചത്തിന്റെ അടിത്തറയാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അടിത്തറയായ ഹഖുൽ യഖീൻ, അതിന്റെ കേന്ദ്രബിന്ദുവായ കലിമത്ത് തൗഹീദ്, അതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുവരെ വിശുദ്ധമായ കലിമത്ത് തൗഹീദ് റൂഹിൽ ലഭിക്കാത്തവർ അത് നൽകുന്ന ഖലീഫമാരിൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് അത് സ്വീകരിച്ച് ഹയാത്തുള്ള ഖൽബോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, വൽ ഹിദായത്തുൽ അഹദിയ്യ, അല്ലാഹുവിന്റെ ഹിദായത്ത് മഗ്നാതീസു ഹദീദ് ഖുലൂബിൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ഹൃദയങ്ങളാകുന്ന ഇരുമ്പ്, ആ ഇരുമ്പുകളുടെ കാന്തങ്ങളാകുന്നു. അഥവാ ആരിഫീങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ കാന്തവും ഇരുമ്പും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഹിദായത്ത് അവരിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കും. പിന്നെയും ഉപ്പാപ്പ അതിന്റെ ഉള്ളിലേക്ക് വിശദീകരിച്ചു പോവുകയാണ്. വറൗളത്തുൽ അബദിയ്യ മറാത്തിഉ അസ്റാറിൽ മുകാശിഫീൻ ബാസിത്തുൽ ഖവാതിർ ഫി ഹളറത്തി സർമദിയ്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അഷ്ഹദഹും ബിഖുർബിൻ ഇലൽ അസ്റാറി ഫി ജന്നാതിൽ അസലി ബിമുഖാതബതി അലസ്തു ബിറബ്ബിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ അലസ്തു ബിറബ്ബിക്കും എന്ന് ആലമുൽ അർവാഹിൽ വെച്ച് സംബോധനം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു. ഖറജു ഇല ദുനിയ, അങ്ങനെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ അള്ളാഹു അടുപ്പിച്ചപ്പോൾ ഖറജു ഇല ദുനിയ, അവർ പിന്നീട് ദുനിയാവിലേക്ക് പുറപ്പെട്ടു. വഫീ റൂസിഹിം നശവാതു ദാലിക്കൽ ഖിമാർ, അവരുടെ തലയിൽ അള്ളാഹുവിൻ്റെ ഇഷ്കെന്ന മസ്തുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ക് കൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നത്, ദുനിയാവിലേക്ക് വന്നത്. വഫീ അയൂനി ഖൂലിഹിം ബഖായാ റുസൂമി ദാലിക്കൽ ജമാൽ, അലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവിനെ അവർ ദർശിച്ചല്ലോ. ആ ദർശിച്ച
ആ സൗന്ദര്യ ദർശനത്തിന്റെ ബാക്കി പത്രവുമായിട്ടാണ്, അതിൻ്റെ ബുദ്ധിയുമായിട്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ യുസ്ഖാ ബഅദുൽ ആരിഫീൻ മിൻ ഹാദ ശറാബി ഖത്റ. നിങ്ങൾ പറയാണ്, ചില ആരിഫീങ്ങളായ മഹാന്മാർക്ക് അള്ളാഹുവിൻ്റെ ഹുബ്ബാകുന്ന ഈ പാനീയത്തിൽ നിന്ന് ഒരു ഖത്റ, ഒരു തുള്ളി കുടിപ്പിക്കപ്പെട്ടു. വൗഫ്രിഗ സാഖൽ ഖദ്രി മിൻഹു നഅത ഫഖാമത് റൂഹുഹു തർഖുസു തർബൻ ബൈന യദൈ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹുബ്ബാകുന്ന ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി കുടിപ്പിക്കപ്പെട്ടപ്പോൾ ഫഖാമത് റൂഹുഹു തർഖുസു, ആ മനുഷ്യന്റെ ആത്മാവ് നൃത്തം ചെയ്യാൻ തുടങ്ങി. തുർബൻ ബൈന യദൈഹി, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആനന്ദ നൃത്തമാടി. മനുഷ്യൻ മാത്രമല്ല സന്തോഷിച്ചത്, വഹ്തസ്സ ജബലു മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിലനിന്ന തുരിസീന മല പുളകം കൊണ്ടു. ഷൗഖൻ ഇൻദ ലംഇ ബർഖി തജല്ലി, അള്ളാഹുവിൻ്റെ വെളിപാടിൻ്റെ ആ കിരണം, ആ മിന്നൽ പിണർ തുരിസീന മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തുരിസീന മല കിടുകിട വിറച്ചു. ഫനദറ സിറൽ മഹ്ബൂബ്, അള്ളാഹുവിൻ്റെ സിറിലേക്ക് നോക്കി. ഫഖാല മൻ അലൈഹി തഫഹാതു അബ്ഖിഹി അനൽ ഹഖ്, അള്ളാഹുവിൻ്റെ രഹസ്യം കണ്ട ഒരു മഹാൻ പറഞ്ഞു, അനൽ ഹഖ്, ഞാനാണ് ഹഖ്. ആരാണ് അനൽ ഹഖ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. സക്കറ നദീമുഹുൽ ആഖർ, അദ്ദേഹത്തിൻ്റെ അഥവാ അനൽ ഹഖ് പറഞ്ഞ മഹാനായ ഹല്ലാജുൽ മൻസൂരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ നദീം, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സുക്റുണ്ടായി, അള്ളാഹുവിൻ്റെ മസ്തുണ്ടായി. ഫഖാല സുബ്ഹാനി, അള്ളാഹു ലയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനി, ഞാൻ തന്നെയാണ് പരിശുദ്ധൻ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മസ്ത്, ആ അള്ളാഹുവിൻ്റെ സ്നേഹമെന്ന ചഷകം, ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി കുടിപ്പിക്കപ്പെട്ടപ്പോൾ ചിലർ പറഞ്ഞു അനൽ ഹഖ്, ചിലർ പറഞ്ഞു സുബ്ഹാനി. അതുകൊണ്ട് തന്നെ ഗൗസുല്ലാൻ തങ്ങൾ പാവ തുടർന്ന് വിശദീകരിക്കുന്നു, മആശറൽ മുരീദീൻ, ഓ മുരീദുകളെ, മുരീദന്മാരെ, ലഖദ് ഊദിഅത് സുവറുൽ ആദമീന അശ്റം മിനൽ ഗൈബ്, മനുഷ്യന്റെ ഈ ശരീരമുണ്ടല്ലോ, ഈ രൂപം, ഇതിനുള്ളിൽ ഒരു ഗൈബിനെ, മറഞ്ഞ ലോകത്തെ മഹത്തായൊരു സംഭവം നിക്ഷേപിച്ചിട്ടുണ്ട്. വദുഫിന ഫീ തുറാബിഹാ കൻസും മിനൽ ഉലാ, ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഉപരിലോകത്ത് നിന്നുള്ള ഒരു നിധി, ആ നിധിയെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഫമനഅഹാ ഹാജിസുൻ നുഫൂസ്, പക്ഷേ ആ നിധി കാണാനുള്ള തടസ്സം അത് നഫ്സാകുന്നു, ശരീരമാകുന്നു. ഫമാ വജത്ത സബീലൻ ലിതരിദ സൽസബീലാ, അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ നദിയായ സൽസബീൽ, ഐനം ഫീഹാ തുസമ്മാ സൽസബീല എന്ന് സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ സൽസബീൽ നദി, അഥവാ അള്ളാഹുവാകുന്ന ആ നദി, ആ നദിയിലേക്ക് എത്താൻ നിനക്ക് വഴി കണ്ടില്ല. കാരണം നിന്നിൽ നിക്ഷേപിക്കപ്പെട്ട ആ നിധിക്ക് മറയായിട്ട് നിന്റെ ശരീരം അവിടെ നിലകൊള്ളുകയായി. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച ഈ നിധി കൻസുൻ മഖ്ഫി, ഈ മറഞ്ഞ നിധി കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള വഴിയാണ് ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന മഹാന്മാരുമായി ബന്ധപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം വലിയ വലിയ അറിവുകളാണ്. പാപിയായ ദോഷിയായ ഈ ഉള്ളവനത് പറയാൻ ഒരു അർഹതയുമില്ല.
എൻ്റെ ഷെയ്ഖ് മുറബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം പറയുന്നത്. ഇങ്ങനെ ഇത് കേൾക്കുന്ന വലിയ വലിയ മഹാന്മാരുണ്ടാവും, അവരുടെ എല്ലാം ദുആ കൊണ്ട് രക്ഷപ്പെടണം എന്ന ആഗ്രഹമാണുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ല ഞങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.